നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇലക്ഷൻ സർവേയിൽ നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഏതൊരു ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. ശക്തരായ സ്ഥാനാർത്ഥികൾ. അതിൽ LDF വേണ്ടി പാലക്കാട് മത്സരിക്കുന്നത് വിജയരാഘവനാണ്. വിജയരാഘവനാണെങ്കിൽ 2018 മുതൽ LDF കൺവീനർ കൂടിയാണ് വിജയരാഘവൻ. അതുമാത്രമല്ല 1989 പാലക്കാട് നിന്ന് ലോകസഭയിലേക്ക് എത്തിയ ഒരാൾ കൂടിയാണ് വിജയരാഘവൻ. അതുമാത്രമല്ല 2004 രാജ്യസഭയിലേക്കും വിജയരാഘവനെ വിടുകയുണ്ടായി. വിജയരാഘവനാണെങ്കിൽ BA LLB ആണ്. അത്യാവശ്യം ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം. CPM-ന്റെ വളരെ മുതിർന്ന ഒരു നേതാവ് കൂടിയാണ് വിജയരാഘവൻ. UDF വേണ്ടി അവിടെ മത്സരിക്കുന്നത് VK ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠനാണെങ്കിൽ ഇപ്പോൾ MP ആണ്. വളരെ നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നിന്നും വിജയിച്ചു കയറിയ ഒരാളാണ് VK ശ്രീകണ്ഠൻ. യുവാവാണ്. BA ഹിസ്റ്ററിയാണ്. അതായത് ഗ്രാജുവേഷൻ ഉണ്ട്. തൃശ്ശൂരാണ് ജനനം. യുവാവായതുകൊണ്ട് എളുപ്പത്തിൽ ഓടി നടന്ന കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജ്ജസ്വലനായ ഒരു നേതാവ് തന്നെയാണ് VK ശ്രീകണ്ഠനും. അവിടെ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് BCom ബിരുദധാരിയായ C കൃഷ്ണകുമാറാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു സ്ഥാനാർത്ഥികളും മോശമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. VK ശ്രീകണ്ഠനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ആൾ തന്നെയാണ്. നിങ്ങൾ VK ശ്രീകണ്ഠനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ A എന്നും, വിജയരാഘവനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ B എന്നും, കൃഷ്ണകുമാറിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ C എന്നും രേഖപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഡിജിറ്റലായും അതുപോലെ തന്നെ ഫിസിക്കലായും ഈ സർവേകൾ നടക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വളരെ അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ സർവേയിൽ കണ്ട സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങളത് പുറത്തുവിടും. തീർച്ചയായും പാലക്കാട്ടുള്ള ആളുകൾ ഈ സർവേയിൽ പങ്കെടുക്കണം. നല്ല രീതിയിൽ അത് വിജയിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.